അങ്ങനെ ഈ ആഴ്ച 3 പേർ പുറത്തായിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ റസ്മിൻ പുറത്തായിരിക്കുകയാണ് മിഡ് വീക്കായിട്ട്. പിന്നെ നമ്മുടെ അപ്സരയും അൻസിബയും പുറത്തായെന്നാണ് അറിയുന്ന വിവരം. പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ 3 പേരും, അൻസിബ ആണെങ്കിലും നമ്മുടെ റസ്മിനാണെങ്കിലും അപ്സരയാണെങ്കിലും, മറ്റുള്ളവർ പല ആളുകളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ശ്രീതു, നന്ദന, അഭിഷേകിനൊക്കെ അപേക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയാണ് അല്ലേ. അഭിഷേകൊക്കെ വല്ലപ്പോഴും കൂടി ആണ്ടിലാവണിക്കൊക്കെ ആണ് വാ തുറക്കുന്നത്. എനിക്ക് തോന്നുന്നു വന്നതിൻ്റെ അന്നൊന്ന് വാ തുറന്നു, പിന്നീട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ആ ഒരു വാഗ്വാദം ഉണ്ടായെന്നുള്ളതല്ലാതെ ഒന്നുമില്ല. സായി കിടന്ന് ഉറങ്ങുവാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 പേരും, പുറത്തു പോകുന്ന 3 പേരും എന്തെങ്കിലുമൊക്കെ പറയുന്നവരായിരുന്നു. അതുപോലെ തന്നെ അൻസിബയുടെ എവിക്ഷൻ പലർക്കും ഒരു ഷോക്കിംഗ് ആയിരിക്കാം, വീടിനകത്തും പുറത്തുമൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു വീടിനകത്ത് അൻസിബ പോകുമെന്നാണ്, പക്ഷേ വീടിന് പുറത്തുള്ളവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, അൻസിബയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ ബഹുഭൂരിഭാഗവും ജിൻഡോയുടെ വോട്ടാണ്. അപ്പോൾ ജിൻഡോയും അൻസിബയും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അൻസിബയ്ക്ക് വോട്ട് കിട്ടില്ല. അത് അങ്ങനെ തന്നെ സംഭവിക്കൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അൻസിബ ഔട്ടായത്. അതല്ല അൻസിബ മാത്രം ഉള്ളായിരുന്നെങ്കിൽ അൻസിബ സേവ് ആയേനെ. അപ്പം അൻസിബയുടെ വോട്ട് മൊത്തം ജിൻഡോയുടെ വോട്ടാണ്. അതേസമയം ഇവർ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ടോപ്പ് 5-ൽ വരുവാണെങ്കിൽ അവിടെ വോട്ട് സ്പ്ലിറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അൻസിബ പുറത്തായാൽ ജിൻഡോയ്ക്ക് തന്നെയാണ് നല്ലതും. എന്തായാലും ഈ ആഴ്ച 3 പേര് പുറത്ത് പോയിരിക്കുകയാണ്. അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു എല്ലാവരും നോമിനേഷനിലേക്ക് വരണം. എല്ലാവരും നോമിനേഷനിലേക്ക് വരണം, ആ രീതിയിലായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗെയിം കളിക്കുന്നവരൊക്കെ അങ്ങ് പോകണം. എനിക്ക് തോന്നുന്നു സായി ഒന്നും ഗെയിം കളിക്കുന്നില്ല, അഭിഷേക് ഒന്നുമില്ല, നന്ദനയെ ഒന്നുമില്ല, നമ്മുടെ ശ്രീതു ഒന്നുമില്ല. ശ്രീതു നമ്മുടെ അർജുനും കൂടെ ഉള്ള കോംബോ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു അർജുനാണെങ്കിലും വലിയൊരു ഒന്നും ചെയ്യുന്നില്ല അവിടെ. ആ ഒരു കോംബോ മാത്രമേ ഉള്ളൂ അവർക്കിടയിൽ. അങ്ങനെ നോക്കിയാൽ ഇപ്പോഴാ വീട്ടിൽ നിൽക്കുന്നതിൽ ബഹുഭൂരിഭാഗം ആളുകളും ഗെയിം ഒന്നും കളിക്കാത്ത ആളുകൾ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് പോയവർ മൊത്തം എന്തെങ്കിലുമൊക്കെ വാ തുറക്കുന്നവർ തന്നെയായിരുന്നു അല്ലേ. ആദ്യം പോയവരാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവരൊക്കെ ആദ്യമേ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഒന്നുമില്ല ഗെയിം. കാര്യം ഗെയിം കളിക്കുന്നവരൊക്കെ പുറത്ത് പോയി. സാധാരണ ഗെയിം കളിക്കുന്നവർ ആദ്യം പോകേണ്ടത്, പക്ഷേ ഇതിപ്പം തിരിച്ചായി. എന്തായാലും നോക്കാം അൻസിബ പുറത്ത് പോയി എന്നുള്ളത് സത്യമാണെന്നുള്ളത്. എന്തായാലും പല രീതിയിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് അൻസിബ പുറത്തായും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇന്ന് അപ്സരയും നാളെ അൻസിബയും പുറത്തായിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.